നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു അടിപൊളി ഒരു ഹെൽത്തി ഫുഡാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. ഞാൻ സ്മിത. അപ്പം നമ്മൾ പാചകത്തിലേക്ക് പോയാലോ? വയോട്ടാ. അപ്പം നമുക്ക് ഉണ്ണിപ്പിണ്ടിയും കൊള്ളിയൊക്കെ നന്നാക്കി എടുക്കാട്ടാ. ഉണ്ണിപ്പിണ്ടിയാണ് നമ്മൾ ആദ്യം അരിയണേ. അപ്പോൾ ഇതിനൊക്കെ എന്തെങ്കിലും ഓരോ കറകളുള്ളതാണ്. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് വെളിച്ചെണ്ണ കയ്യിൽ ഉരുട്ടി കൊടുക്കാം. പിന്നെ ഈ ഉണ്ണിപ്പിണ്ടിക്ക് അരിയുമ്പോഴേ നമ്മൾ ഫസ്റ്റിൽ ഇങ്ങനെ റൗണ്ടിൽ അരിയുക. എത്രയോ കനം കുറച്ച് അരിയാൻ പറ്റണോ അത്രയും നമുക്ക് കറിക്കായാലും ടേസ്റ്റാണ് കഴിക്കുമ്പോൾ കേട്ടോ. ഇങ്ങനെ റൗണ്ടിൽ അരിയുക. അപ്പോൾ ഇതുമ്പോൾ നൂലുണ്ടാവും. ഈ നൂലൊക്കെ നമ്മൾ അപ്പാപ്പ് നീക്കി കളയണം കേട്ടാ. കണ്ടിപ്പം ഞാനത് ഈ ഒരു കണത്തിലായിട്ട് അരിഞ്ഞ് നോക്കണേ. ഇങ്ങനെ അരിഞ്ഞ് ഈ നൂല് അങ്ങോട്ട് നീക്കി കളയാനുള്ളതാണ് അങ്ങോട്ട് നീക്കി വെക്കുക. എന്നിട്ട് വീണ്ടും ഇതാ കനം കുറച്ച് തന്നെ ഇങ്ങനെ അരിഞ്ഞെടുക്കുക. ഇതേപോലെ നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിങ്ങനെ തിരിച്ച് വെച്ച് വീണ്ടും ഇതേപോലെ തന്നെ കനം കുറച്ച് തന്നെ അരിഞ്ഞെടുക്കുക കേട്ടോ. കണ്ട ഇതേ രീതിയിൽ തന്നെ അരിയണം കേട്ടോ. എനിക്ക് കണ്ട എല്ലാതും ഓരോ ലെവലിലാണ് നമ്മുടെ ഈ കഷ്ണങ്ങളൊക്കെ നുറുക്കി നോക്കണം നമ്മൾ ഈ ഉണ്ണിപ്പിണ്ടിയിൽ. ഇതേപോലെ തന്നെ ഇനി ബാക്കി എല്ലാതും നമ്മൾ അരിഞ്ഞെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ എളുപ്പത്തിന് എല്ലാതും റൗണ്ടായിട്ട് അരിഞ്ഞ് വെച്ചു. ഇനി നമുക്ക് ഇപ്പം നൂലൊക്കെ കളഞ്ഞിട്ടായിട്ട് ഇതെല്ലാതും വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി സുഖമാണ്, വേഗം വേഗം അങ്ങോട്ട് അരിഞ്ഞെടുത്താൽ മതി. എൻ്റെ അരിയിലൊക്കെ കഴിഞ്ഞ് ഞാൻ എന്താ ഒരു കലത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. അതായത് അരിയുന്നത് നമ്മൾ അപ്പാപ്പ കലത്തിലേക്ക് തന്നെ ഇട്ടിരുന്നു കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ പിണ്ടിയുടെ കളറൊന്ന് മാറും. അപ്പം ഞാൻ ഇത്രയാണ് വാഴപ്പിണ്ടി എടുത്തിട്ടുള്ളത്. അതായത് ഇപ്പം ഞാനൊരു കൈ കൊണ്ടത് ഇത്രയ്ക്ക് ഉണ്ടാവും എൻ്റെ 3 പിടി ഈ ഒരു ലെവലിൽ കേട്ടോ. ഇനി ഇതിലേക്കുള്ള കൊള്ളി ഞാൻ എടുക്കുന്നത് നമ്മളിപ്പോൾ ഇത്രയും വലുപ്പത്തിലൊരു കൊള്ളി എടുത്തിട്ടുണ്ടെങ്കിലും ഞാൻ എന്താ ഈ ഇത്രയും എടുക്കണമല്ലോ കേട്ടോ. ഈ ഒരു കഷ്ണമാണ് നമ്മൾ ഈ വാഴപ്പിണ്ടിലേക്ക് എടുക്കണ കൊള്ളിയുടെ വലിപ്പട്ട. 1/2 കിലോനോളം ഉണ്ടാവട്ടെ കൊള്ളി. കൊള്ളിയുടെ തൊലി കളയണത് ഞാൻ വെറുതെ ഒന്ന് കാട്ടിത്തരാം, എല്ലാവർക്കും അറിയണതായിരിക്കും അല്ലേ. അല്ല ഇങ്ങനെയാണ് കൊള്ളിയുടെ തൊലി കളയാം കേട്ടോ. കൊള്ളി അത്യാവശ്യം ഒരു വലിപ്പത്തിൽ കേട്ടോ. കാരണം നമ്മുടെ ഈ കൊള്ളി നന്നായി വേവണം. എന്നാൽ എന്തിങ്ങനെ അഴയാനും പാടില്ല. ആ രീതിയിലാണ് നമ്മൾ കൊള്ളീനെ വേവിച്ചെടുക്കുക. അപ്പോൾ ഇത്തിരി വലുപ്പത്തിൽ ആക്കിയാലാണ് നമുക്ക് കൊള്ളി നന്നായി വേവും വേണം, എന്നാൽ നമുക്ക് അത്യാവശ്യം കടിക്കാവുന്ന രീതിയിൽ ഇരിക്കും വേണം. കണ്ട ഈ ഒരു വലുപ്പത്തിൽ നുറുക്കിയിട്ട് ഇത് വെന്ത് വരുമ്പോൾ ഇതിന് പകുതി ആയിട്ടുണ്ടാവും. കൊള്ളിക്ക് ഞാരുണ്ടാവും കേട്ടോ, അത് നമ്മൾ കളഞ്ഞിരിക്കണം. അപ്പോൾ ഇതാ കൊള്ളി നുറുക്കി കഴിഞ്ഞു. എനിക്ക് നന്നായിട്ട് ഞാൻ കഴുകി കൊണ്ടുവരട്ടെ. അപ്പം നോക്കിയേ, നമ്മൾ കൊള്ളി നന്നായി കഴുകി അതിൽ 2 ഗ്ലാസ് വെള്ളം, അതായത് കൊള്ളിയുടെ ഒപ്പത്തിന് തന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ച് തീ കത്തിച്ച് അടപ്പത്ത് വയ്ക്കാം കേട്ടോ. അതായത് കൊള്ളി ഒന്ന് തിളച്ച് അതിൻ്റെ വെള്ളം ഊറ്റി കളയാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ കൊള്ളി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഉണ്ണിപ്പിണ്ടിയിൽ നമ്മൾ അരിയുമ്പോൾ കുറച്ച് നൂലൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. എങ്കിലും അഥവാ ചിലപ്പോൾ ഇതിൽ നൂലുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കയ്യിൽ പപ്പടക്കോല് ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പടി ഉണ്ടായാൽ മതി. അതുകൊണ്ട് ഇങ്ങനെ ചിറ്റാട്ടാ. ഉണ്ണിപ്പിണ്ടിയിലത്തെ നാരൊക്കെ നല്ലതാന്ന് പറയും, പക്ഷെ ഈ നാര് ചിലപ്പോൾ നമുക്ക് വായയിൽ കിടന്നിട്ട് ഇങ്ങനെ ഇറക്കാൻ പറ്റാണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ കണ്ട ഇങ്ങനെ നൂല് കിട്ടും ഇരിക്കുന്നുണ്ട്. വീണ്ടും ചിറ്റ അങ്ങനെ നൂല് ഒരുവിധം നന്നായിട്ട് നമുക്ക് ഈ വടിയുമ്പോൾ ഇങ്ങനെ ചുറ്റി പിടിച്ച് കിട്ടും. കണ്ട ഇതേപോലെ ഇപ്പം നോക്കി ഓരോ വട്ടം ചുറ്റുമ്പോഴും കണ്ട ഇങ്ങനെ കനം വെച്ച് വരുന്ന നൂല്
നോക്കിയേ, നൂല് കിട്ടിയോണ്ട. ഇനി നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ആക്കി നോക്കുക. നൂലുണ്ടെങ്കിൽ നമുക്കതറിയാം. അങ്ങനെ വേണ്ട, ഇതിൽ നൂലൊന്നുമില്ല. ഇനിയിപ്പോൾ ഇത് 1-2 വട്ടം നന്നായി കഴുകിയെടുത്ത് കൊണ്ടുവരട്ടെ ഞാൻ. അപ്പോൾ ഇതാ ഞാൻ ഉള്ളിപ്പിണ്ടി നന്നായി കഴുകി നമ്മുടെ കുക്കറിലിട്ടുണ്ട്. നമ്മളിതിൽ കഴുകി ഇങ്ങനെ വാരിടല്ലോ, ആ വെള്ളം ഉണ്ടാവണം. അല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു തരി വെള്ളം നമ്മളിതിൽ ഒഴിക്കേണ്ട കേട്ടോ. കണ്ട, ഇതേപോലെയാണ് ഇരിക്കണേ. ഒന്നും തരി വെള്ളം പോലും നമ്മൾ ഒഴിച്ചിട്ടില്ല. കണ്ട, ഇത് നമ്മൾ കഴുകി ഇങ്ങനെ വാരിടുമ്പോൾ വരുന്ന വെള്ളം മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. വീണ്ടും പറഞ്ഞതാണ്. ഇനി നമ്മളിതിൽ ഉപ്പിട്ട് കൊടുക്കും. അപ്പോൾ ഏതാണ്ട് ഒരു 3/4 ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഉണ്ണിപ്പിണ്ടിയിൽ നമ്മളിപ്പോൾ തീരെ വെള്ളം ഒഴിക്കണില്ല എന്ന് പറഞ്ഞില്ലേ, പക്ഷെ ഇത് വെന്ത് വരുമ്പോൾ ഇതിൽ ഒത്തിരി വെള്ളം ഉണ്ടാവും. പിന്നെ അത് മാത്രമല്ല, ഉണ്ണിപ്പിണ്ടി ഇപ്പോൾ ഒരു 2 വിസിലടിച്ചാൽ തന്നെ നമ്മുടെ ഉണ്ണിപ്പിണ്ടി വേവും. ഇനിയിപ്പോൾ അത് 3-4 എത്ര വിസിലടിച്ചാലും നമ്മുടെ ഈ ഉണ്ണിപ്പിണ്ടി ഉണ്ടല്ലോ ഇതേപോലെ തന്നെ ഇരിക്കുള്ളൂ. ഇങ്ങനെ വെന്ത് ഇങ്ങനെ ആവി അങ്ങനെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് അടച്ച് നമുക്ക് അടുപ്പുമിട്ട് കയറ്റാം. ഈ കത്തിച്ച് നമ്മുടെ ഉണ്ണിപ്പിണ്ടി ഈ അടുപ്പം ഇരിക്കട്ടെ. അപ്പോൾ ഇതിൽ കൊള്ളി, ഇതിൽ ഉണ്ണിപ്പിണ്ടി. ഇനി ഇതിലുണ്ടല്ലോ നമ്മുടെ കാലത്തേക്കുള്ള സംഭവമാണ് ഇവിടെ ശരിയാക്കണേ കേട്ടോ. അപ്പോൾ ഗോതമ്പ്, അതായത് നമ്മൾ കഞ്ഞി ഗോതമ്പ് എന്ന് വേണ്ടി നമുക്ക് മേടിക്കാൻ കിട്ടും. അതാണ് ഇന്ന് രാവിലെ ഞങ്ങൾക്കുള്ളത്. കാരണം ഈ ഉണ്ണിപ്പിണ്ടി ഇങ്ങനെയുള്ള എൻ്റെ കൂടെ കഴിക്കാനായിട്ട് കഞ്ഞിയാണ് എപ്പോഴും നല്ലതെന്ന് ഞാൻ മുന്നേ പറഞ്ഞില്ലേ. അപ്പോൾ അതൊന്ന് കഴുകിയിലിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഇരിക്കട്ടെ. ഇത് പിന്നെ ഒരു വിസിൽ വന്നാൽ മതി കഞ്ഞി ഗോതമ്പ്. ഈ സമയം കൊണ്ട് നമുക്ക് ഉണ്ണിപ്പിണ്ടിയിലേക്ക് കുറച്ച് ഉള്ളി, വെളുത്തുള്ളി, വേപ്പിലേക്ക് വേണം. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഉണ്ണിപ്പിണ്ടിയിലേക്ക് ഇതാ ഒരു തുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളിക്ക് എപ്പോഴും ഇത്തിരി കൂടിയാലും കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ആവണം. ഇപ്പം ഞാനിതിൽ ഒരു 15 ഉള്ളിയോളം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ കുറച്ച് കതിരിവേപ്പില എടുത്തിട്ടുണ്ട്. അതിലൊരു 5 കതിരിവേപ്പിലും ഉണ്ട്. അപ്പം ഞാൻ എവിടെ ഇരിക്കുകയെന്ന് വെച്ചു, കാരണം അരിയാൻ വേണ്ടി കുറച്ച് നേരം നിൽക്കണു. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ കൊള്ളി തിളച്ചു. ആളെനിക്ക് സൗണ്ട് കേൾപ്പിച്ചു. അപ്പോൾ ഇതാ കൊള്ളി ഒന്ന് തിളച്ചിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തു കേട്ടോ. എന്നിട്ട് ഇതിലത്തെ വെള്ളം ഒന്ന് ഊറ്റി കളയട്ടെ. അപ്പോൾ ഇതാ കണ്ട, കൊള്ളി ഒന്ന് തിളച്ചിട്ടുള്ളൂ. നമ്മൾ കളഞ്ഞ് വെച്ചപ്പോൾ ഇതേപോലെയായിട്ടിരിക്കണേ. പിന്നെ ഈ കൊള്ളി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വേവണ ഒരു കൊള്ളി. അത് കാരണം എൻ്റെ പകുതി വന്നിട്ടുണ്ട് കൊള്ളിയുടെ. എല്ലാ കൊള്ളിയും ഓരോ പോലെ ആവണമെന്നില്ല കേട്ടോ. അപ്പം ഇനി ഉണ്ണിപ്പിണ്ടി വിസിൽ വന്നാലാണ് നമുക്ക് ഒരു വിസിൽ വന്നു, 2 വിസിൽ വന്നാൽ ഞാനിത് ഓഫ് ചെയ്യും കേട്ടോ. ഈ പിണ്ടി വിസിൽ വന്ന് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, ഈ കൊള്ളീനെ പിന്നെ അതിലിട്ട് വേവിച്ചിരിക്കാണ് നമ്മൾ ചെയ്യാട്ടോ. ഇതാ 2 വിസിൽ വന്നു, ഞാൻ തീ ഓഫ് ചെയ്തു. അപ്പം നമ്മുടെ ഇതാ കുക്കറിലത്തെ വിസിലൊക്കെ പോയിട്ടുണ്ട്. അല്ല വിസിലല്ല, അയ്യർ കേട്ടോ. ഇപ്പം നോക്കിയേ, തീരെ വെള്ളം ഒഴിക്കാണ്ട് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടും കണ്ട വെള്ളം. അതേപോലെ ഉണ്ണിപ്പിണ്ടി കണ്ട, ഇത് വെന്തിട്ടിരിക്കുന്ന ഉണ്ണിപ്പിണ്ടിയാണ്. പക്ഷെ ആള് ഉടയില്ല. അങ്ങനെ ഒരു പ്രത്യേകതയായിട്ട് നമ്മുടെ ഉണ്ണിപ്പിണ്ടിക്കുള്ളത്. ഇനി നമ്മളുണ്ടല്ലോ ഇതിലേക്ക് കൊള്ളി ഇട്ട് കൊടുക്കാം. ഇനി അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ ഉണ്ണിപ്പിണ്ടിയിൽ നമ്മൾ ഉപ്പിട്ടുണ്ടായിരുന്നു. ഇനി ചിലപ്പോൾ കൊള്ളി ഇലിക്ക് നമ്മൾ വെന്തതിന് ശേഷം ഉപ്പ് ഇല്ലെങ്കിൽ അപ്പിട്ട് കൊടുത്താൽ മതിട്ടാ. ഇനി ഇതാ ഒന്ന് കൊള്ളി വേവിച്ചെടുക്കാം. ഞാൻ മുന്നേ പറഞ്ഞ പോലെ ചില കൊള്ളി ഇത്തിരി വേവ് കുറവുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ കുറച്ച് വെള്ളം ഈ കൊള്ളി ഇടണ സമയത്ത് ഒഴിക്കേണ്ടി വരും. ഇപ്പം നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിക്കേണ്ട, കാരണം നമ്മുടെ കൊള്ളി നന്നായി വേവുള്ള ഒരു കൊള്ളിയാണ്. നമ്മൾ വെറുതെ കുക്കറിൻ്റെ മൂടി ഇങ്ങനെ മുകളിൽ വെക്കുള്ളൂ കേട്ടോ. ഇതാ ഞാൻ തീ കത്തിക്കും. കൊള്ളി വേവേണ്ട ഒരു സമയം വേണ്ടോ, ആ ടൈം കൊണ്ട് നമുക്ക് കൊള്ളി നമ്മൾ എന്താ പറയുക ഉള്ളിമുളകൊക്കെ അതിലേക്ക് കാച്ചണം. അപ്പം അത് ചെയ്യാം. അപ്പം ഇതാ ഞാൻ തീ കത്തിച്ച് നമ്മുടെ ചീനച്ചട്ടി അടുപ്പുമ്പോൾ കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. അപ്പം ഇതാ നമ്മുടെ ചീനച്ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഒരു 6 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മുടെ
ഈ ഉണ്ണിപ്പിണ്ടിയും കൊള്ളിയൊക്കെ ആകുമ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണയും ഉള്ളി മുളകൊക്കെ കൂടുതൽ ഉണ്ടാവുമ്പോഴാണ് ടേസ്റ്റ്. നമ്മളെ ചതച്ചെടുത്ത നമ്മുടെ എന്താ പറയുക സംഭവങ്ങളില്ലേ, അതായത് ഉള്ളി വെളുത്തുള്ളി വേപ്പില അതിട്ട് കൊടുക്കണു. നമുക്ക് ഞങ്ങൾ ഇതിനെ ഉണ്ണിപ്പിണ്ടിയും കൊള്ളി അല്ലെങ്കിൽ ചില സ്ഥലത്ത് കൊള്ളിനെ കപ്പ എന്നല്ല പറയാം, ഉണ്ണിപ്പിണ്ടി കപ്പക്കറി, അതായത് ഉപ്പേരി കറി എന്നായിട്ട് ഞങ്ങൾ ഇതിനെ പറയാ. അതായത് മെഴുക്ക് പുരുട്ടിന്നും ഇതിനെ പറയണവരുണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്താ ഇതിൽ നമ്മുടെ കുത്തിപ്പൊടി മുളക് ഒന്ന് ചെറിയ ടീസ്പൂൺ ആയ കാരണം ഞാൻ 3 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഈ സമയത്തുണ്ടല്ലോ നമ്മുടെ കൊള്ളി ഇവിടെ തിളച്ചിട്ടുണ്ട്, നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. തിളക്കിൽ മാത്രമല്ല അതിൻ്റെ കൊള്ളി വെന്തു കണ്ട. ഞാൻ ഇത് ഓഫ് ചെയ്യാൻ പോവാണ്. ഇങ്ങനെയാണ് കൊള്ളിയും വാഴപ്പിണ്ടി ആവുമ്പോൾ ഒരു കുഴഞ്ഞിട്ടാണ് ഇരിക്കുക കേട്ടോ. തോര വയ്ക്കുമ്പോഴാണ് നമ്മൾ ഒലർത്തിയെടുക്കുക. ഇതിങ്ങനെ നല്ല കുഴമ്പ രൂപത്തിലായിരിക്കും. ഇതാ ഇപ്പം കണ്ട കൊള്ളി വെന്തു, ചൂട് ഉണ്ട്. കണ്ട എൻ്റെ കൈ കൊള്ളി. അപ്പം ഞാൻ എന്താ തീ ഓഫ് ചെയ്തു. മുളക് കൊത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. വേഗത്തിൽ വയ്ക്കാൻ പറ്റുമോ? അതായത് ആ വാഴ നമ്മുടെ ഉണ്ണിപ്പിണ്ടി അരിയണ ഒരു സമയം വേണ്ട. ബാക്കിയൊക്കെ അടുപ്പത്ത് ഇടുമ്പോഴേക്കും പെട്ടെന്ന് വിസിൽ വരും. അതേപോലെ കൊള്ളി ആയാലൊക്കെ വേഗം എന്ത് പെട്ടെന്ന് തന്നെ വെക്കാൻ പറ്റുന്ന ഒരു മെഴുക്ക് പുരട്ടിയായിട്ടത്. ഇങ്ങനെ എന്താ പറയാ മൂപ്പിക്കുമ്പോഴല്ലേ ഇത് പ്രത്യേക മണാട്ട വരിക. നമുക്കിങ്ങനെ എന്താ പറയാ കറിയുടെ ടേസ്റ്റ് ശരിക്കും ഈ ഇതിലാണ് ഇരിക്കുക. ഈ ഉള്ളിയും മുളകും വേപ്പിലേക്കുള്ള എന്താ പറയാ മൂപ്പിക്കുന്നതിന്. പിന്നെ ഉണ്ടല്ലോ നമ്മുടെ ഈ ഉള്ളി മുളകൊക്കെ ഇടുമ്പോഴേ എപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കണമെന്നില്ല. പിന്നെ അത് മാത്രമല്ല ഇത് അടപ്പത്തിട്ടിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും ഒരു ജോലി ചെയ്യാൻ പോകാനും പാടില്ല കേട്ടോ. കാരണം ചിലതപ്പോൾ മൂപ്പ് കൂടും, ചിലത് മൂപ്പ് കുറയും. അപ്പോഴൊക്കെ നമ്മുടെ കറിക്ക് ടേസ്റ്റിന് ചേഞ്ച് വരും കേട്ടോ. കണ്ട നമ്മുടെ മുളകിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു എന്താ പറയുക നല്ല ഒരു കണ്ട ഈ മുളകിനൊക്കെ കണ്ട ഈ ഒരു കളറായി കിട്ടണില്ലല്ലോ കാര്യം കണ്ട. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് നമ്മുടെ ഉണ്ണിപ്പിണ്ടി ഇടാം കേട്ടോ. ഞാനുണ്ടല്ലോ തീ ഓഫ് ചെയ്തു കേട്ടോ, എന്നിട്ടാണ് ഇളക്കണേ. ഇങ്ങനെ അങ്ങോട്ട് മയക്കിയെടുക്കുക. നമ്മുടെ കൊള്ളിയൊക്കെ ഈ വാഴപ്പിണ്ടിയിലെ, അതായത് വാഴപ്പിണ്ടി ഞാൻ പറഞ്ഞല്ലോ ഉടയാത്തതാന്ന്. പക്ഷേ ഈ കൊള്ളിയിട്ട് വെക്കുമ്പോൾ നമുക്കതിങ്ങനെ നല്ല രസമായിട്ട് ഇങ്ങനെ വായിടിക്കെടുത്ത് കഴിക്കാൻ ഒരു പ്രത്യേക ഒരു എന്താ പറയുക ടേസ്റ്റ് അലട്ടായിട്ടാ. അപ്പം കണ്ട ഞാൻ കൊള്ളി നുറുക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കൊള്ളി വെന്ത് വരുമ്പോൾ ഇതേപോലെ കെടുക്കുകയും ചെയ്യും. അപ്പം ഇത്തിരി വലുപ്പത്തിൽ നുറുക്കണമെന്ന് പറഞ്ഞത് അതാട്ടാ. അപ്പം നമ്മുടെ കറി റെഡി പാകമായിട്ടുണ്ട്. വാഴപ്പിണ്ടിയും കൊള്ളിയും ഭയങ്കര ടേസ്റ്റുള്ള കറിയോ. എവിടെ ഞാൻ പറയണ പോലെ ഞങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വീട്ടിലത്തെ മെയിൻ ഫുഡ് ഇത് തന്നെയായിരിക്കും. ചായക്ക് വരുമ്പോൾ പറയുമായിരുന്നു ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ സംഭവങ്ങൾ. ഇന്ന് ടേസ്റ്റിലല്ല, ഇന്ന് ഞങ്ങളുടെ രാവിലത്തെ കഞ്ഞിക്ക് ഇതാണ്. അപ്പോൾ ചേട്ടനും അതേപോലെ കിണ്ണവും ഒക്കെ എടുത്തിട്ട് ഞാൻ വരാട്ടെ. ഒപ്പം കുറച്ച് പാത്രങ്ങൾ കൊണ്ടുപോകാണ്ട് അതും കൊണ്ടുപോട്ടെ. കേട്ടാ ഇങ്ങനെയായിരിക്കും നമ്മുടെ ഗോതമ്പ് കഞ്ഞി കേട്ടാ. ചോറിലേക്ക് രസം ചേട്ടാ, നല്ല കുഴച്ചൊക്കെ കഴിക്കാനായിട്ട്. വേണ്ട കഞ്ഞിയിലും കൂടുതൽ കറിയാ. അതായത് കറിയുടെ രുചി കൊണ്ടാണ് കറി കൂടുതലായി പോണത്. വാരി കിട്ടുമ്പോഴേക്കും അങ്ങോട്ട് പോവും. അത്ര രസത്. വാഴപ്പിണ്ടിയും
ഞങ്ങൾ ഉണ്ണിപ്പിണ്ടിയും കൊള്ളി എന്ന് പറയാം ശരിക്കും ഇതിന്. ചില സ്ഥലങ്ങളിൽ കപ്പയും വാഴക്കല്ലേ അല്ല വാഴപ്പിണ്ടി ഇത് അത്ര രസാട്ടാ. ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് തന്നെയാണ്. ഉച്ചയ്ക്ക് ഇതിൻ്റെ കൂടെ ഒരു മോര് കറിയും കൂടി ഉണ്ടാവും. വെറും മോരുണ്ടാവുന്നുള്ളോ. ഇത് വെച്ചാൽ തന്നെയായിട്ട് ഇതിന്റെ ടേസ്റ്റ് അറിയുള്ളൂ. ഭയങ്കര ടേസ്റ്റാണ്. ഒരു 8-9 അടിയായി 10 അടിയായി ഉയരമുള്ള വാഴയായിരുന്നു. ഇപ്പൊ കണ്ട അത് ഒരു 5 അടിയായി. ബാക്കിയുള്ളതൊക്കെ കഴിഞ്ഞു കറി വെച്ച്. അപ്പൊ അങ്ങനെ നിർത്തണേ. അപ്പൊ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട്